ഹായ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സൊല്യൂഷൻസ് ഈസി ആയിട്ട് കെമിക്കൽ ലാബിൽ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻസിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ പ്രാക്ടിക്കൽസിൽ നമുക്ക് ചിലപ്പോൾ സൊല്യൂഷൻസ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ 0.05 നോർമൽ NaOH, 0.1 നോർമൽ ഓക്സാലിക് ആസിഡ്, 1 നോർമൽ HCl, 0.5 മോളാർ കോപ്പർ സൾഫേറ്റ് പെൻറ്റാഹൈഡ്രേറ്റ്. ഇതെല്ലാം പല വോളിയത്തിൽ, അതായത് ചിലപ്പോൾ 50 ml ആവാം, 100 ml ആവാം, 250 ml ആവാം, ചിലപ്പോൾ 1 ലിറ്റർ ആവാം. അങ്ങനെ പല കോൺസെൻട്രേഷനിൽ നമുക്ക് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം, അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് 2 ഫോർമുല ഇതിന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ ഫോർമുല എന്ന് പറയുന്നത്, ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സോളിഡിൽ നിന്നാണെങ്കിൽ നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യണം. അതായത് നമ്മൾ ഈ ജി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് എടുക്കണം എന്നുള്ളതാണ്. G is equal to MVS by 1000. ഇതാണ് ഫസ്റ്റ് ഫോർമുല. ഈ ഫോർമുലയിൽ M എന്ന് പറയുന്നത് മോളാർ മാസ്, V എന്ന് പറയുന്നത് വോളിയം, S എന്ന് പറയുന്നത് സ്ട്രെങ്ത്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏതെങ്കിലും അക്വസ് സൊല്യൂഷനിൽ നിന്നാണെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ ഫോർമുല യൂസ് ചെയ്യാം. രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത് V1N1 ഈക്വൽ ടു V2N2 എന്നുള്ളതാണ്. ഈ രണ്ട് ഫോർമുല അറിഞ്ഞാൽ നമുക്ക് ഈ സൊല്യൂഷൻസ് ഒക്കെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്. അതായത് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് 0.05 നോർമൽ NaOH ആണ്, അതും 250 ml. അപ്പോൾ നമുക്ക് ഈ ഫോർമുല ഈസി ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് G എന്ന് ഉദ്ദേശിക്കുന്നത് എമൗണ്ട്, നമ്മൾ എത്ര എമൗണ്ട് ഇൻ ഗ്രാം, എത്ര എമൗണ്ട് നമുക്ക് എടുക്കണം എന്നുള്ളതാണ്. അതായത് എത്ര എമൗണ്ട് എടുക്കണം നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആ എമൗണ്ട് എടുത്തതിന് ശേഷം അത് നമുക്ക് സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് ആ സൊല്യൂഷൻ ഈസി ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് G എന്ന് പറയുന്നത് എമൗണ്ട് ഇൻ ഗ്രാം. അപ്പോൾ G ഈസ് ഈക്വൽ ടു, ഈ M എന്ന് പറയുന്നത് മോളാർ മാസ് ആണ്. ഏത്? NaOHന്റെ മോളാർ മാസ്. NaOHന്റെ മോളാർ മാസ് നമുക്കറിയാം 40 ആണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിവിടെ നോർമാലിറ്റി ആണ് എടുത്തതുള്ളതുകൊണ്ട് നമ്മൾ ഇക്വലന്റ് മാസ് ആണ് ശരിക്കും ഇവിടെ എടുക്കേണ്ടത്. NaOHന്റെ കേസിൽ മോളാർ മാസും ഇക്വലന്റ് മാസും സെയിം ആയതുകൊണ്ട് ഇവിടെ 40 എടുത്തു. 40 ഇൻറ്റു അടുത്തത് വോളിയമാണ്. അതായത് നമ്മൾ 250 ml ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ 250 ഇൻറ്റു 250 എഴുതി, ഇൻറ്റു സ്ട്രെങ്ത് എന്ന് പറയുന്നത് 0.05 ആണ്. ദിസ് ഡിവൈഡ് ബൈ 1000. അപ്പോൾ നമുക്ക് കിട്ടും 0.5 ഗ്രാം. അപ്പോൾ ഇതാണ് നമ്മുടെ എമൗണ്ട് ഓഫ് സൊല്യൂട്ട്. 0.5 ഗ്രാം വേ ചെയ്യുക. അതിനുശേഷം നമ്മളിത് 250 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്ക് എടുക്കേണ്ടത് 0.1 നോർമൽ ഓക്സാലിക് ആസിഡ് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, അത് 250 ml. ഓക്സാലിക് ആസിഡ് ഒരു സോളിഡ് ആണ്, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ഫസ്റ്റ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ G ഈസ് ഈക്വൽ ടു എമൗണ്ട്, നമുക്ക് എടുക്കേണ്ട ഓക്സാലിക് ആസിഡിൻ്റെ എമൗണ്ട് ആണിത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എമൗണ്ട് ആണിത്. അപ്പോൾ G ഈസ് ഈക്വൽ ടു M, അതായത് മോളാർ മാസ്. പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ നോർമാലിറ്റി ആയതുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈക്വലന്റ് മാസേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, എടുക്കാൻ പാടുള്ളൂ. നേരത്തെ കേസിൽ ഈക്വലന്റ് മാസും മോളാർ മാസും സെയിം ആയതുകൊണ്ട് നമ്മൾ 40 എടുത്തു. പക്ഷെ ഓക്സാലിക് ആസിഡിൻ്റെ കേസിൽ മോളാർ മാസ് 126 ആണ്, ഈക്വലന്റ് മാസ് 63 ആണ്. ആസിഡ് ബേസ് റിയാക്ഷൻസിൽ നമ്മൾ എപ്പോഴും ഈക്വലന്റ് മാസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 63 ഈക്വലന്റ് മാസ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നു. അത് ഇൻറ്റു
വോളിയം നമുക്ക് എടുക്കേണ്ട വോളിയം 250 ഇൻറ്റു ഇതിൻ്റെ സ്ട്രെങ്ത് 0.1 ഡിവൈഡഡ് ബൈ 1000. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 1.575 ഗ്രാം കിട്ടും. ഇത്രയും ഗ്രാം ഓക്സാലിക് ആസിഡ് വേ ചെയ്യുക. അതിനുശേഷം നമ്മളത് റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ട്, അതായത് സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് 1 നോർമൽ HCl. HClന്റെ കേസ് വരുമ്പോൾ ഇതൊരു അക്വസ് സൊല്യൂഷൻ ആണ്. മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ലാബിൽ ഇതൊരു ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു HCl സൊല്യൂഷൻ ഉണ്ടാവും. അതിൽ നിന്നാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് V1N1 ഈക്വൽ ടു V2N2 ആണ്. 1 നോർമൽ നമുക്ക് 100 ml പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എക്സ് എന്ന് കൊടുക്കുക. അത് നമ്മുടെ ഒരു ബോട്ടിലുണ്ട് നമ്മുടെ ലാബിൽ. അതിൽ നിന്ന് എത്ര വോളിയം എടുക്കണം നമുക്കറിയില്ല. അതിനാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വോളിയം ആണ് ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത്രയും വോളിയം നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ബീക്കറിലോ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലോ ട്രാൻസ്ഫർ ചെയ്യുന്നു. നമുക്ക് സൊല്യൂഷൻ ഈസിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് എക്സ് എന്ന് കൊടുക്കുന്നു. നമ്മുടെ ലാബിലുള്ള ആ കെമിക്കൽ ബോട്ടിലിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാകും. മോസ്റ്റ് പ്രോബ്ലി ഒരു നോർമാലിറ്റി ഉണ്ടാകും ആ സൊല്യൂഷൻ്റെ. ഫോർ എക്സാമ്പിൾ നമുക്കത് 11 നോർമലാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലാബിലെ ബോട്ടിലെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ 11 നോർമലാണ്. നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണ്? 1 നോർമൽ. ആ 1 ഇൻറ്റു നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട വോളിയം 100 ml ആണ്. അത് ഇൻറ്റു നമുക്ക് വേണ്ട നോർമാലിറ്റി 1 ആണ്. അപ്പോൾ ഈ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 100 divided by 11 which is approximately equal to 9 ml. അപ്പോൾ നമ്മൾ 9 ml നമ്മൾ ആ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ലാബിലെ ആ ബോട്ടിലിൽ നിന്ന് 9 ml നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ 100 ml ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് 1 നോർമൽ HCl 100 ml പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. ഇനി ലാസ്റ്റത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് CuSO4 ആണ്. ഇപ്പോൾ CuSO4 0.5 മോളാർ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് 50 ml മതി. ഇതിന് നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് എടുക്കേണ്ട ഗ്രാം എമൗണ്ട് ഈസ് ഈക്വൽ ടു MVS/1000. M എന്ന് പറയുന്നത് മോളാർ മാസ് ആണ്. കോപ്പർ സൾഫേറ്റിൻ്റെ കേസിൽ മോളാർ മാസ് എന്ന് പറയുന്നത് 249.68 ആണ്. ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ 50 എടുക്കുന്നു. ഇൻറ്റു അതിൻ്റെ സ്ട്രെങ്ത് 0.5 ഡിവൈഡ് ബൈ 1000. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് 6.24 ഗ്രാം. ഇത്ര ഗ്രാം പേ ചെയ്യുക. എന്നിട്ട് സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ ആ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ 2 ഇക്വേഷനാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ 2 ഇക്വേഷനാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക. ഒന്ന് G equal to MVS/1000, സെക്കൻഡ് V1N1 equal to V2N2. ഈ ഇക്വേഷൻ ഫോർമുല വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കെമിസ്ട്രി ലാബിൽ സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. താങ്ക് യു.